1990 ഒരു സന്യാസ വൈദികൻ തുടങ്ങിയ HRD കോഴ്സിനെ കുറിച്ച് 2002 ഏപ്രിൽ 28 സൺഡേ ഷാലോം പത്രത്തിൽ ദീർഘമായ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ കോഴ്സ് നടത്തിയിരുന്നത്. ഈ കോഴ്സിൽ പങ്കെടുത്ത് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട പലരും പ്രാർത്ഥനയ്ക്കും ഗൈഡൻസിനുമായി തങ്ങളുടെ പക്കൽ എത്തിയിട്ടുണ്ടെന്ന് വൈദിക ശ്രേഷ്ഠരിൽ നിന്നും അറിയാനിടയായി എന്നും എഡിറ്റർ എഴുതുന്നു. 5000 രൂപ കൊടുത്ത് ഒരാഴ്ചത്തെ ബേസിക് കോഴ്സിൽ പങ്കെടുത്ത സിസ്റ്റർ പറഞ്ഞത് മറ്റു കാര്യങ്ങൾക്കാണ് അതിൽ പ്രാധാന്യം. കുറ്റബോധം ഉണ്ടാകാതിരുന്നാൽ മതിയെന്നുമാണ് അതിൽ പഠിപ്പിക്കുന്നത്. കോഴ്സിന്റെ ഉപജ്ഞാതാവായ സന്യാസ വൈദികൻ എഴുതിയ മനസ്സിൽ സമനില യാഥാർത്ഥ്യമെന്ന 200 പേജുള്ള പുസ്തകവും വായിച്ചപ്പോഴാണ് എഡിറ്റോറിയൽ എഴുതി ഈ തിന്മയ്ക്കെതിരെ പ്രതികരിച്ചതെന്നും പറയുന്നു. എഡിറ്റോറിയലിൽ എഡിറ്റർ വായനക്കാരോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തുടർന്ന് തുറന്നെഴുതിയത്. എഡിറ്റോറിയലിൽ പറയുന്ന പല കാര്യങ്ങളും അല്പം ജാള്യതയോടെ നമുക്ക് വായിക്കാനാകും. ഒരു മാസത്തെ അഡ്വാൻസ് കോഴ്സിന് 30,000 രൂപയും ഒരു വർഷത്തെ പരിശീലന കോഴ്സിന് 1,00,000 രൂപയുമാണ് ഫീസ്. ഈ കോഴ്സ് ശരിയല്ല എന്ന് ഇതിൽ പങ്കെടുത്തവരും അല്ലാത്തവരുമായ അനേകർ ചൂണ്ടിക്കാണിച്ചിട്ടും സഭയ്ക്കുള്ളിൽ ഉള്ള പലരും ഇപ്പോഴും ഇത് നന്മയായി ചിത്രീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനുള്ളിലെ അപകടം സഭയ്ക്ക് മുഴുവനും വെളിപ്പെടുത്താൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡിറ്റർ ദീർഘമായ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ഒരു വൈദികൻ ഒരുപക്ഷെ HRD കോഴ്സിന്റെ ഉൽപ്പന്നവും സന്യാസി സഭയിൽ നിന്നും സ്വയം പുറത്തുപോയ ഒരു കന്യാസ്ത്രീ ഇതിന്റെ ഇരയുമായിരിക്കാം. കിണറ്റിൽ ചാടിയുള്ള കന്യാസ്ത്രീകളുടെ ആത്മഹത്യക്കും വൈദികരുടെ തൂങ്ങിമരണത്തിന്റെ പിന്നിലും HRD കോഴ്സിന്റെ സ്വാധീനം ഉണ്ടായെന്ന് വരാം. ഇത്തരം മ്ലേച്ഛമായതും പൈശാചികവുമായ പ്രവൃത്തികൾ ചെയ്യുന്ന വൈദികർക്കെതിരെ പരാതിപ്പെട്ടാൽ മെത്രാന്മാർ നടപടിയെടുക്കാൻ മടിക്കുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 12 വർഷം തുടർച്ചയായി നടന്ന HRD കോഴ്സിനെ കുറിച്ച് പരാതി ഉയർന്നിട്ട് 1 വർഷം കഴിഞ്ഞാണ് മെത്രാന്മാർ നടപടിയെടുത്തത്. വൈദികരിൽ മെത്രാന്മാർ കാണുന്ന ഏക കുറ്റം അനുസരണക്കേട് മാത്രമാണ്. മെത്രാന്റെ നയപരിപാടികളെ വിമർശിച്ചാൽ ഉടൻ നടപടിയെടുക്കും. അച്ഛന്മാർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം, നടപടിയില്ല. മെത്രാന്മാരുടെ ഇന്നത്തെ മനോഭാവമാണിത്.